രാജ്യത്ത് എന്ത് തീരുമാനമുണ്ടെങ്കിലും ഒറ്റക്കെട്ടായി നേരിടുന്നതാണ് ഇസ്രായേൽ. പക്ഷേ ഇപ്പോൾ നെതന്യാഹുവും സൈനിക മേധാവിയും രണ്ട് തട്ടിലാണല്ലോ. അത് ആ രാജ്യത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. വലിയ പ്രതിസന്ധിയൊന്നും അല്ല, ഇതൊരു സാധാരണ സംഭവം മാത്രമാണ്. എനിക്ക് തോന്നുന്നത് ഇസ്രായേൽ വിരുദ്ധ മാധ്യമങ്ങൾ അതിനെ പെരുപ്പിച്ച് കാണിക്കുകയും നമ്മളതിനെ അനുധാവനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് തോന്നുന്നത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ തർക്കമുണ്ടായിരിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ അവിടെ പ്രതിരോധ സേനാ മേധാവി, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF എന്നാണ് അറിയപ്പെടുന്നത് ചുരുക്കപ്പേര്, അതിൻ്റെ മേധാവിയായിട്ടുള്ള ഇയാൽ സമീറും തമ്മിലാണ് ഒരു യോഗത്തിൽ, മന്ത്രിസഭയും അതുപോലെ തന്നെ സൈനിക മേധാവിയും ചേർന്നുള്ള യോഗത്തിൽ. ആ യോഗത്തിൽ പങ്കെടുത്തവർ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് ഉണ്ട്, എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല അദ്ദേഹം. അതുപോലെ തന്നെ മന്ത്രി റോൺ ഡെർമർ ഉണ്ട്, അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, നെതന്യാഹുവിൻ്റെ ഒരു മകൻ മേജർ ഇപ്പം ഈ സൈന്യത്തിലുണ്ട്, അദ്ദേഹവും ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അനുകൂലിച്ചിട്ടുമുണ്ട്. ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചർച്ച നടത്തുമ്പോൾ അഭിപ്രായം പറയാനാണല്ലോ, ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറയും, സ്വാഭാവിക. ഒരു കാര്യം ഞാൻ ഓർമ്മിക്കാം, നമ്മൾ 1971 നടത്തിയ കിടിലൻ യുദ്ധത്തിൽ, പാകിസ്ഥാനെ പോലും അടിയറവ് പറയിപ്പിച്ച ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ മനേക്ഷായ ഇന്ദിരാഗാന്ധി ആ വർഷം മാർച്ചിൽ 71 മാർച്ചിൽ വിളിച്ചു വരുത്തി, ഇപ്പോൾ ബംഗ്ലാദേശ് വിമോചിപ്പിക്കണം, പാകിസ്ഥാനെ ആക്രമിക്കണം എന്നാവശ്യപ്പെട്ടു. മനേക്ഷ ആവശ്യപ്പെട്ടു, നോ മാഡം, ഇറ്റ്സ് ആൻ ഓർഡർ എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു. ഇഫ് ഇറ്റ് ഈസ് ആൻ ഓർഡർ ഐ ആം ഗോയിങ് ടു റിസൈൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു ഉത്തരവായിട്ട് ഇറക്കുകയാണെങ്കിൽ എനിക്ക് നടപ്പാക്കാൻ പറ്റില്ല, ഞാൻ രാജിവെക്കാൻ പോവുകയാണ്. ഇത് പബ്ലിക് ഡൊമൈനിലുള്ള ഒരു വാർത്തയെ ആരും നിഷേധിക്കില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ആ വർഷം എന്തോ കാരണം പറഞ്ഞത്, അതിന് വ്യക്തമായ കാരണവും ബോധ്യവും മനേക്ഷായ്ക്കുണ്ടായിരുന്നു. മനേക്ഷ പറഞ്ഞത്, ഈ മാർച്ചിൽ നമ്മൾ പോയാൽ വേനൽക്കാലമാണ്, അവിടെ പോയി നമുക്ക് ജയിക്കാൻ കഴിയുകയില്ല, പാകിസ്ഥാൻ ഇടപെടും, പാകിസ്ഥാനെ നേരിടണമെങ്കിൽ നമ്മൾ പോകേണ്ടത് മാർച്ചിലല്ല ഡിസംബർ വരെ വെയിറ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യവുമായിരുന്നു. ഡിസംബറിൻ്റെ കാലാവസ്ഥയുടെ ആനുകൂല്യം കൂടി ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ പോലും പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു വിജയം നമുക്കതിൽ നേടിയെടുക്കാൻ ആവുകയും ചെയ്തു. അന്ന് ഈ 7th ഫ്ലീറ്റ് എന്ന് പറയുന്ന അമേരിക്കൻ 7ാം കപ്പൽപ്പടയുടെയൊക്കെ ഭീഷണി നിക്സൺ ഉയർത്തിയിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഈ സന്ദർഭത്തിൽ, റഷ്യയുടെ പിന്തുണ. റഷ്യയിലേക്ക് ഇന്ദിരാഗാന്ധി പോയിട്ട് ഒരു കരാർ ഉടമ്പടി ഒപ്പുവെച്ചു. എന്താണെന്നറിയാം, ഇൻഡോ സോവിയറ്റ് പീസ് എഗ്രിമെൻറ്റ് എന്നാണ് അതിൻ്റെ പേര്, സമാധാന കരാർ എന്നുള്ളതാണ്. ആ സമാധാന കരാറാണ് നമ്മളുടെ രക്ഷയ്ക്കെത്തിയത്. അമേരിക്കയും ചൈനയും ഒക്കെ ചേർന്നുകൊണ്ട് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ കൊണ്ടുവന്ന പ്രമേയത്തെ വീറ്റോ ചെയ്തുകൊണ്ട് നമ്മളെ റഷ്യ രക്ഷിച്ചു. എന്നതിന് പുറമെ എല്ലാവിധ പിന്തുണയും ഇന്ത്യ നിരുപാധികം റഷ്യക്ക് നൽകി, ആയുധങ്ങൾ നൽകി. പാകിസ്ഥാൻ ആയുധങ്ങൾ അന്ന് കൊടുത്തത് ആർക്കാ? പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുത്തത് അന്ന് അമേരിക്കയാണ് കൊടുത്തത്, പാകിസ്ഥാൻ. മനസ്സിലാക്കണം. അപ്പോൾ ഏതാണ്ട് വലിയ സൗഹൃദത്തിലായിരുന്നു. അതെ, ഏതാണ്ട് $2 ബില്യൺ നോക്കിക്കോണം, ഇൻറ്റു 70 ഇൻറ്റു 100 എന്ന് കൂട്ടിയാൽ എത്ര രൂപ വരുമോ? ഇപ്പോൾ 70 അല്ല, ഇച്ചിരി കൂടിയിട്ടുണ്ട്, 80 ഇൻറ്റു 85 ഇൻറ്റു ഇത്രയും 100 കൂടെ എത്രയാണോ അത്രയും രൂപയുടെ ആയുധ സഹായം എന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവും, ബോധ്യമാവും. നമ്മളിപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല, ആ പ്രേക്ഷകർ തന്നെ കൂട്ടി നോക്കട്ടെ, അത്രയും കൊടുത്തു. അതിൻ്റെ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയ്ക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല, നിഷേധിച്ചിട്ടുമില്ല. നമ്മുടെ സൈന്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വിട്ടത്. അങ്ങനെ അതിനെ എതിർക്കാൻ സഹായിച്ചത് സോവിയറ്റ് യൂണിയൻ. ആ റഷ്യയുമായിട്ടാണിപ്പോൾ, അങ്ങോട്ടാണിപ്പോൾ അജിത് ഡോവൽ പോയിരിക്കുന്നത്. പിന്നാലെ നമ്മുടെ മന്ത്രി പോകുന്നുണ്ട്, വിദേശകാര്യമന്ത്രി പോകുന്നുണ്ട്. അതോടുകൂടി തന്നെ റഷ്യയുമായിട്ട് പഴയ ബന്ധത്തിലേക്ക് നമുക്ക് വരും. ഇതുകൂടാതെ നമ്മുടെ ഷാങ്ഹായ് കോഓപ്പറേഷൻ മീറ്റിങ്ങിൽ മോദി നേരിട്ട് തന്നെ പോവുകയാണ് ഇപ്രാവശ്യം. മോദി നേരിട്ട് പോവുക, ഏതാനും ദിവസങ്ങൾക്കകം അത് സംഭവിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചൈന, റഷ്യ, ഇന്ത്യ അച്ചുതണ്ട് രൂപപ്പെട്ടു വരികയാണ്. ഇനി ഏഷ്യയിലെ കാര്യങ്ങളിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടും, അമേരിക്കയ്ക്ക് ഇടപെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരും. ആ സാഹചര്യം പിന്നെ ബാക്കി നിൽക്കുന്നത് ചൈനയോട് ശത്രുതയുള്ള ജപ്പാൻ മാത്രമാണ്. അല്ല, ഇസ്രായേലിന്റെ തീരുമാനത്തെ സാർ അനുകൂലിക്കുന്നുണ്ടോ? അല്ല, അനുകൂലിക്കത്തക്ക സാഹചര്യം നമ്മൾ ഓരോ രാജ്യവും അവരുടെ സുരക്ഷയാണല്ലോ നോക്കുന്നത്. പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ എണ്ണപ്പാടങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് കരാറുണ്ടാക്കിയിട്ടില്ലേ, ധാരണ ഉണ്ടാക്കിയിട്ടില്ലേ അമേരിക്ക? ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവരുടെ താല്പര്യമാണ്. അത് ഇന്ത്യക്ക് ഭീഷണിയാവുമെന്ന് അവർ നോക്കുന്നില്ലല്ലോ. എന്ന് പറയുന്ന പോലെ ഇസ്രായേലിന് അവരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. നോക്കൂ,
ഈ ബന്ദികളെ കൊണ്ടുപോയതിൽ മോചിപ്പിക്കാത്ത ബന്ദികളുടെ അവസ്ഥ പട്ടിണിക്കിട്ട് കൊല്ലുവാണ്. പട്ടിണിക്കിട്ട് കൊല്ലു. അതിൻ്റെ ഫോട്ടോ കണ്ടുല്ലോ. അത് ആരാ പുറത്തു വിട്ടത്? ഹമാസ് തീവ്രവാദികൾ തന്നെ. എന്തിനാ പുറത്തു വിട്ടത്? ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ തന്നെയാണ്. ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ബാറ്റിൽ എൻടാങ്കിൾമെൻ്റ് എന്ന് പറയും, ഒരു യുദ്ധമുഖത്ത് അവരെ കെണിയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഹമാസിൻ്റെ ലക്ഷ്യമെന്നാണ് നമ്മുടെ ഇയാൽ സമീർ എന്ന് പറയുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ മേധാവി പറഞ്ഞത് മീറ്റിങ്ങിൽ വെച്ചിട്ട്. സത്യമാവാനാണ് സത്യം. ഈ ഫോട്ടോ അപ്പോൾ പ്രസിദ്ധീകരിച്ചത് ഇവർക്ക് പ്രകോപനം ഉണ്ടാക്കാൻ. ആ പ്രകോപനത്തിൻ്റെ പിന്നാലെ പാഞ്ഞു ചെന്നു കഴിഞ്ഞാൽ വളഞ്ഞിട്ട് ഇവരെ വീണ്ടും ബന്ദികളാക്കും. അതിന് ശക്തിയുണ്ട് ഇപ്പോഴും ഹമാസിന് ബാക്കി. അതുകൊണ്ടാണ് കോഷൻ വേണമെന്ന് അദ്ദേഹത്തിന് അറിയാം ഇതിൻ്റെ സ്ട്രാറ്റജി എന്ന് അദ്ദേഹം പറഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടി പറഞ്ഞതാണ്. പക്ഷേ ഒരു ഇസ്രായേൽ പൗരൻ ഇങ്ങനെ പട്ടിണിക്കിട്ട് കൊല്ലപ്പെടുന്നത് ഒരിക്കലും നെതന്യാഹുവിന് സഹിക്കാൻ പറ്റില്ല. പിന്നെ രാഷ്ട്രത്തലവനായിട്ട് താൻ ഇരിക്കുന്നതിനാ? നമ്മൾ നടത്തിയില്ല ഓപ്പറേഷൻ സിന്ധു. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ പൗരന്മാരെ ക്രൂരമായിട്ട് കൊന്നു. അപ്പോൾ ആ വികാരം ഇസ്രായേലിനുമുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. അഭയാർത്ഥികളെന്ന് പറയുന്ന ആൾക്കാർ അവർ ശരിക്കും പറഞ്ഞാൽ ഈ തീവ്രവാദികളുടെ ഷീൽഡായിട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ് ഈ അഭയാർത്ഥികളെല്ലാം. അഭയാർത്ഥികൾ എന്നൊക്കെ നമ്മൾ കേട്ട് അവരുടെ ഗർഭിണികളാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കും. ഇതെപ്പോഴും കേൾക്കാം ഗർഭിണികളെ ആക്രമിച്ചു. നിത്യ ഗർഭിണികളാണോ എന്ന് നമുക്ക് സംശയം തോന്നി. ഇതൊക്കെ ഭയങ്കര നെറേറ്റീവ്സ് ആണെന്നേ. അങ്ങനൊന്നുമില്ല. ഇതിനെ ടാർഗറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ലോകമെങ്ങുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെ വിഡ്ഢികളാക്കുകയാണ് ഹമാസ് ചെയ്യുന്നത്. അത് ഒരു യുദ്ധതന്ത്രമാണ് അവരുടെ. ഈ കുട്ടികളെ മുന്നിൽ നിർത്തുക. ഇവരൊക്കെ ചത്തു കിട്ടിയാൽ മതിയെന്നാണ് ഹമാസിൻ്റെ വിചാരം. കാരണം അവരുടെ വിചാരം ഇവരെല്ലാം സ്വർഗത്തിലോട്ട് പോയിക്കോളൂ എന്നാണ്. ആ ഒരു അന്ധവിശ്വാസമാണ് ഈ ഇങ്ങനെയുള്ള യുദ്ധങ്ങളുടെ എല്ലാം പിന്നിലുള്ളത്. ഞാൻ പലതവണ പറഞ്ഞ കാര്യമാണ്, ആവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാഴ്ചകൾ കാണിച്ചുകൊണ്ട് അതിൻ്റെ പ്രതികാരമാണ് ഇത് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇപ്പോൾ ഗാസയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ഥിതി എന്താകുമെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു പക്ഷേ അമേരിക്ക പോയതുപോലുള്ള സ്ഥിതിയാവും. വിയറ്റ്നാമിലേക്ക് അമേരിക്കൻ പട്ടാളം പോയതുപോലെ. ബംഗ്ലാദേശ് വിമോചിപ്പിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയുടെ പട്ടാളക്കാർ വിയറ്റ്നാമിൽ എൻടാങ്കിൾഡാണ്. അങ്ങനെ വലയം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ശക്തിയാണ് പോവുക. ആ കരുതലോട് കൂടിയാണ് ഇദ്ദേഹം പറഞ്ഞത്. മറ്റേ മറുവശം ഇസ്രായേൽ പൗരൻ്റെ പട്ടിണി കിടക്കുന്നു. വളരെ ക്രൂരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് അവിടെ കണ്ടത്. കാരണം ഈ ഹമാസിൻ്റെ പൗരന്മാർ, ഹമാസിൽപ്പെട്ട ആൾക്കാർ, ഗാസയിലുള്ള പൗരന്മാർ അനുഭവിക്കുന്ന തരത്തിലുള്ള പട്ടിണിയോടുകൂടി കിടന്ന് നരകിച്ച് കരയുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. തറയിൽ ഇങ്ങനെ കിടക്കുക, ആരോഗ്യമില്ലാതെ ശോഷണവും സംഭവിച്ച്. നമുക്കത് കാണുമ്പോൾ സൊമാലിയയിലെ എത്യോപ്യയിലെയും ഒക്കെ ഷാർവി ഓർക്കർ എന്ന് പറയുന്ന പോഷകക്കുറവ് കൊണ്ടുള്ള ആഹാരം കഴിച്ചിരിക്കുന്ന ആൾക്കാരെയാണ് ഓർമ്മ വരുന്നത്. അല്ല, അതിനെക്കുറിച്ചൊന്നും കേരളത്തിലെ ഈ ഇടതുപക്ഷവും മറ്റ് മനുഷ്യാവകാശ പ്രവർത്തനമെല്ലാം മൗനം പാലിക്കുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ ഇസ്ലാം പ്രീണനം നടക്കാതെ വരില്ലേ? അതുകൊണ്ടാണ് അതിനെപ്പറ്റി മിണ്ടാത്തത്. നമുക്ക് ഇസ്ലാം പ്രീണനം വേണമല്ലോ. തലോടൽ തീവ്രവാദമാണെങ്കിലും തലോടലാണല്ലോ. അവരുടെ ആ തീവ്രവാദികളുടെ കണ്ണിൽ ദൈന്യതയും ദയയും ഒക്കെ കണ്ട ആളാണല്ലോ നമ്മുടെ വലിയ ഗവേഷകനായ രാഹുൽ ഗാന്ധി. അങ്ങനെ തലോടിക്കൊണ്ടിരിക്കാനാണ് അവർക്ക്. തീവ്രവാദികളെയും തലോടുകയാണല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. കോൺഗ്രസിലെ ഇടതുപക്ഷവും. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ വലിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവർക്ക് ഈ പ്രീണനം കൊണ്ട് നിലനിൽക്കാനാവും എന്നുള്ള സ്ഥിതിയാണ്. അപ്പോൾ അതങ്ങനെയൊക്കെ വരും. അതായത് അവർ കാണില്ല. അതേസമയം എവിടെങ്കിലും ഒരു ന്യൂനപക്ഷ അവകാശ ലംഘനം കണ്ടു കഴിഞ്ഞാൽ അവർ കൊടുങ്കാറ്റായിട്ട് പ്രചണ്ഡ മാരുതനായിട്ട് ആഞ്ഞടിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. ഛത്തീസ്ഗഡിൽ അങ്ങനെ വലിയ ദുരന്തമുണ്ടാകുന്നത്. ആ ബദരീനാഥിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ദുരന്തത്തിനേക്കാൾ വലിയ ദുരന്തം അങ്ങനെ വിധിച്ചല്ലോ ഛത്തീസ്ഗഡിൽ അവർ. നമ്മൾ കണ്ടതാണല്ലോ. നിയമവാഴ്ചയെ തടസ്സപ്പെടുത്താൻ വേണ്ടി എസ്.എഫ്.ഐയുടെ ആൾക്കാർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ദിവസവും കേരള സർവകലാശാലയിൽ അതിനു മുമ്പും കാണിച്ചതുപോലുള്ള ഒരു തരം മോബോക്രസി, ഒരു തരം ഗൂണ്ടായിസം ആണല്ലോ ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനത്ത് അവർ പോയി കാണിച്ചത്. മലയാളികൾ അവിടെ ഉണ്ട് ധാരാളം. ഇന്ത്യയുടെ പല ഭാഗത്തുമുണ്ട്. അവരുടെ ജീവിതമാണ്. അവരിപ്പോൾ നല്ല കരുതലോടുകൂടി അന്നാട്ടുകാരവരെ സ്വീകരിച്ച് ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബഹുമാനവും അവരുടെ സുരക്ഷിതത്വവുമാണ് ഇമാതിരിയുള്ള മതപ്രീണന പരിപാടികൾ കൊണ്ട് ഇല്ലാതായി തീരുന്നതെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.